എടി പോയിട്ട് ലേശം കഞ്ഞി വെച്ചിട്ട് നല്ല മീൻ വറുത്തം കൂട്ടി കഴിച്ചപ്പോലെ. പിന്നെന്താ വേണ്ട പൊറോട്ടയാ? പൊറോട്ട മേടിച്ചു കൊടുക്കേട്ടാ. ഞാൻ ഹോട്ടലിൽ കയറിയാലോ? മതി. നന്നാവില്ല, നല്ലതായിരിക്കും. എന്നാ വാ. ഇവിടെ അതെ, എന്താ വേണ്ട ചോക്ക ചോദിച്ചു മേടിച്ച് കഴിച്ചോളൂ. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടില്ല ഇത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ വെള്ളം നടക്കാൻ നിൽക്കരുത് കേട്ടോ. എന്തൊക്കെ വേണ്ട വെച്ചാ പറഞ്ഞു. എന്താ വേണ്ടേ പറ. അപ്പം. അപ്പം കറിയോ? കറി ചില്ലി ചിക്കൻ മതി. അപ്പൊ നീ എന്നോട് ഇങ്ങോട്ട് വരുമ്പോ എന്താ പറഞ്ഞ പൊറോട്ട വേണോന്നല്ലേ? പൊറോട്ടയും വേണോ? പൊറോട്ട അപ്പ വേണ്ട പറ. അപ്പം വേണം, പൊറോട്ടയും വേണം. അപ്പം വേണം, പൊറോട്ടയും വേണം. ഒരു പൊറോട്ടയും മേടിക്കാം, ഒരു മറ്റേ അപ്പം മേടിക്കാം. അതുപോലെ ഒരെണ്ണം വേണ്ട, മൂന്നെണ്ണം വേണം. മൂന്നെണ്ണം വേണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവൻ ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിക്കൊന്നുമില്ല. അതുകൊണ്ട് ഒരു ബീഫ് കറിയും കൂടി പറഞ്ഞു. നിനക്ക് ബീഫ് കറി വേണമെന്ന് പറഞ്ഞു. ഇവന് വേണ്ടി വരുമെന്ന് വേണ്ടേ? കണ്ട എനിക്കറിയാം. ബീഫ് കറി പിന്നെ ചപ്പാത്തി മൂന്നും കൂടി വേണ്ട ചക്ക, ഏതെങ്കിലും ഒന്ന് മതിയെന്ന്. ഹോട്ടലിൽ പോകുമ്പോ കഴിക്കണ്ട. ഏട്ടാ അങ്ങനെ വഴക്ക് പറയല്ലേ, കൊച്ചു കഴിക്കട്ടെ. നിനക്കെന്താ വേണ്ട പറ. ബീഫ് വിന്താലു അതും വേണേ. വിന്താലു അല്ല, നന്നായി വെന്തിട്ടുണ്ടാവും. വെന്താലോ? വെന്തിട്ടില്ല. വെന്തിട്ടുണ്ട്, നല്ല സാധനം, നല്ല ഓർഡർ, നന്നായി പോകുന്നത്. ഇനി നമുക്ക് ഓർഡർ ഒന്ന് പറയാം അല്ലെ? മോൻ എന്തൊക്കെ പറഞ്ഞേ? അപ്പം പൊറോട്ട. അപ്പം എത്ര എണ്ണം വേണം? 5 എണ്ണം. 5 പിന്നെ 5 അപ്പം. പൊറോട്ട 2 എണ്ണം മതിയടാ. 3 എണ്ണം. 5 അപ്പം പിന്നെ 3 പൊറോട്ടയോ? അവൻ കഴിക്കും സാറേ. 3 പൊറോട്ട അല്ലേ? 3 പൊറോട്ട. പിന്നെന്താ? ചപ്പാത്തി 2. ഇതിനെന്താ കറി വേണ്ട? കറി തന്നെ മറ്റേ ഈ ചിക്കൻ കറി. ചിക്കൻ കറിയാണോ? ഫ്രൈ അല്ലേ? ചില്ലി ചിക്കനാ പറഞ്ഞു. ചില്ലി ചിക്കനാ മോൻ പറഞ്ഞേ. അതല്ല പ്രശ്നം. എടാ നിനക്ക് നീ ചില്ലി ചിക്കൻ കഴിക്കില്ല, ഓർമ്മയുണ്ടാ? അന്ന് നമ്മൾ ആ കല്യാണ റിസപ്ഷന് പോയിട്ട് പിന്നെ അത് ഒരു മിനിറ്റ്. ആദ്യം മോൻ എന്താ പറഞ്ഞേ? 5 അപ്പം അല്ലേ? അപ്പം 5 എണ്ണാണോ അപ്പം? നിനക്ക് അപ്പമാണോ കൂടുതൽ ഇഷ്ടം, പൊറോട്ടയാണോ കൂടുതൽ? കണ്ട അതാ പൊറോട്ട കൂടുതൽ പറയപ്പോ. ഏതെങ്കിലും ഒന്ന് പറ, അവർക്ക് വേറെ അല്ല കുഴപ്പമില്ല. 5 പൊറോട്ട ആക്കാം നമുക്ക് അല്ലേ? 5 പൊറോട്ടയും 3 അപ്പവും അല്ലേ? പിന്നെന്താ? ഏട്ടന് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു കാലി പൊറോട്ട തന്നാ മതി. പിന്നെ ലേശം സാമ്പാർ ഒഴിച്ചിട്ട്. അല്ല ഈ സാമ്പാർ അങ്ങനെ കിട്ടില്ല. പൊറോട്ട മേടിച്ച് അതിന് വേറെ കറി വേണം. അതിന് സാമ്പാർ വേറെ കറിയായിട്ട് തന്നാൽ മതിയല്ലോ. അല്ല ഈ സാമ്പാർ കറിയായിട്ട് വേണമെങ്കിൽ അതിന് റോസ്റ്റോ മസാല ദോശ ഒക്കെ മേടിക്കാം. മസാല ദോശ മസാല ദോശ ഉണ്ട്, പൊറോട്ട മതി. ഞാൻ ഇതിൽ മുക്കി തന്നോളാം. ഇവൻ തരില്ലായിട്ട് അറിഞ്ഞു. അല്ല നീ മേഡത്തിന്റെ ഓർഡർ പറഞ്ഞില്ല? അപ്പം വേണ്ട, എല്ലാരും അപ്പം. നൈസ് പത്തിരി മതി. നൈസ് പത്തിരിയും ഗോബി മഞ്ചൂരി ഡ്രൈയും. അല്ല ഇനി സംശയമൊന്നുമില്ലല്ലോ, ഓർഡർ കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് എടുത്താൽ കുൽഫി. അത് കഴിയുമ്പോഴേക്കും തരാം. എന്താണ് ഈ കുൽഫി? ഇവിടെ കണ്ടില്ലേ പണം? അതൊന്നും വീട്ടിൽ പറ്റില്ല, അങ്ങനെ വരുമ്പോഴേ കിട്ടുള്ളൂ. കുൽഫി 2. അല്ല മട്ടൻ കറി ഒന്നും പറഞ്ഞില്ല. ഇത് മതി. ശരി. അയ്യോ ഏട്ടന് കട്ടൻ ചായ വേണമായിരുന്നോ? ഈ കട്ടൻ ചായ എനിക്ക് കുറച്ച് വിഷ വേണ്ടത്. അതിനെങ്ങനെ വിഷം കുടിച്ച് അവന് മാർഗമില്ലല്ലോ. 1 ലിറ്റർ അവൻ തന്നെ വേണം. അങ്ങനെ പറയില്ല, അവന് വിഷമാവും. അതെ, ഇങ്ങനെ കഴിക്കണ ഭാര്യയും കുട്ടിയും കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യ. ഭയങ്കര ഭാഗ്യ. എന്താ വേണ്ട? വേണോന്ന് ചോദിച്ചു. എന്തേട്ടാ തിന്നൊന്നും പറഞ്ഞു വേണോ ചോദിച്ചു. മട്ടൻ ചാപ്സ് റെഡി ആയിട്ടുണ്ട്, എടുക്കട്ടെ? ഒന്നും വേണ്ട കേട്ടോ, ഒന്നും വേണ്ട. ബില്ല് മതി. ബില്ല് മതിയോ? എന്നാ ഞാൻ വിളിക്കും. അവന് വേണോന്നുണ്ടായിരുന്നു. എന്ത്? മട്ടൻ ചാപ്സ്. എനിക്ക് കയ്യടി കൊണ്ട് കുൽഫി കൊണ്ടുവരാൻ. കുൽഫി ഒന്നും വേണ്ട. ആ ബില്ലെടുക്കാൻ പോയി. നീ വന്ന് കയ്യടിക്കാണ്ട്. ഫുഡൊക്കെ ഓക്കെ അല്ലേ സാറേ? ഫുഡ് എന്താ ഇവിടെ വെച്ചുണ്ടാക്കിയ മുഴുവൻ ഞങ്ങളുടെ കഴിച്ചല്ലോ. ഇതെന്താ സാറേ ഇത്? ഇത് ഞങ്ങള് കഴിച്ചിട്ടില്ല കേട്ടാ. സുധേട്ടാ പാർസൽ ചെയ്ത് കൊടുക്ക്. ഏത്? ഇതോ? അത് GST ആണത്.
ആ സാറേ ഇത് GST ആണിത്. എന്ത് GST? നിങ്ങളുടെ ഹോട്ടലിന് GST യോ? AC ഉള്ള എല്ലാ റെസ്റ്റോറന്റുകൾക്കും 18% GST. AC ഉള്ള ഹോട്ടലിനല്ലേ? ആ നമുക്ക് AC ഉണ്ടല്ലോ. അങ്ങനെ എന്താണ് AC? ഇതാ ചുട്ടിട്ട് ഫാൻ ഇട്ടാൻ പറഞ്ഞ ഫാൻ കൂടി ഇട്ടില്ലല്ലോ. കറണ്ട് ഉണ്ടായില്ലല്ലോ. AC ആണെങ്കിൽ കംപ്ലൈന്റ് അത് നേരെ ആള് വരും. കറണ്ട് ഇല്ലാത്തോണ്ട് ഫാൻ ഇട്ടില്ല, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചെയ്യും, ഭക്ഷണം കഴിച്ചിട്ടില്ല ഇനി 930 ഞാൻ തരും. GST QST ഒക്കെ ഉണ്ടല്ലോ, ഈ 167 അത് ഞാൻ തരൂല, എന്റെ അടുത്ത് ഇട്ടില്ല. അയ്യോ സാർ അങ്ങനെ പറഞ്ഞ നടക്കൂല. എന്ത് നടക്കൂല? എനിക്കിത് പെട്ടിയിൽ മേടിച്ചിരുന്ന പൈസ അല്ലേ, ഇത് സർക്കാരിന് കൊടുക്കണം നമ്മള്. എന്റെ സുഹൃത്തെ, സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം, അല്ലാണ്ട് ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ നാട്ടുകാരെ കയ്യിൽ നിന്ന് ഈ പൈസ പിരിക്കാൻ നിൽക്കരുത്. ഏട്ടാ AC കംപ്ലൈന്റ് ആയതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ ആള് വരും. നിങ്ങൾ വേണേ AC വരുമ്പോ ഇരുന്നോ, 1-2 മണിക്കൂർ അതിന്റെ അടിയിൽ ഇരുന്നോ. ഞാൻ ഈ പൈസ ഞാൻ തരും, 930 റുപ്യ ഞാൻ തരും. ചേട്ടാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം, നമ്മളിവിടെ ബില്ല് അടിച്ച് അപ്പൊ തന്നെ ഓൺലൈനിൽ അവിടെ അറിയും. നമ്മൾ ഇതിന്റെ GST കൊണ്ടുപോയി അടക്കേണ്ടി വരും. GST എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ആളുകളെ കയ്യിൽ ഇങ്ങനെ പിഴിയാൻ നിൽക്കരുത്. സാറെ പോലെ ഒരു മാന്യനെ അങ്ങനെ പറയില്ല, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കില്ല, മോശമായിട്ട് അതൊക്കെ ഉള്ള കാര്യം പറഞ്ഞത്. ഭക്ഷണം കഴിച്ചതിന്റെ പൈസ കൊടുക്കാൻ എനിക്കറിയാം, ഞാൻ കൊടുത്തോളൂ. അല്ലേ ചേട്ടൻ ഒച്ചെടുക്കല്ലേ ഇവിടെ മറ്റേ ആളുകൾ ഭക്ഷണം കേട്ടോട്ടെ. നിങ്ങൾ പൈസ തരണ്ടേ, പോയിക്കോ. നിങ്ങൾ ഒന്നും തരണ്ട, പോയിക്കോ. എത്ര ദരിദ്രവാസികൾക്ക് നമ്മൾ ഓരോന്ന് വെറുതെ കൊടുക്കും, അതേമാതിരി കുട്ടിയാണ്. അങ്ങനെ സംസാരിക്കരുത് കേട്ടോ, അത് ഭയങ്കര അപ്പൊ മാന്യനാണെങ്കിൽ സാർ അത് കൊടുത്തിട്ട് പോന്നെ കുട്ടികൾ പിന്നെ ഞാൻ മനല്ലേ ഭക്ഷണം കഴിച്ച പൈസ കൊടുക്കാത്ത എനിക്കറിയാം. അതാ കൊടുത്തോ പൊക്കോളൂ സാറേ, കൊടുക്ക്. ആളുകൾ കേൾക്കുന്നു. നിങ്ങൾ തന്നില്ല, തരണ്ട, പോയിക്കോ മിസ്റ്റർ. വേണ്ടാന്ന്, നിങ്ങളുടെ ഭക്ഷണം കഴിച്ച പൈസ ഞങ്ങൾ തരും. GST ഉണ്ടോ? എല്ലാം ഉണ്ടോ? ബില്ല് തരാം. അതെ, ഇത് എന്താ ചെയ്യാൻ പറ്റിയ ഞാൻ നോക്കട്ടെ. വെറുതെ ആൾക്കാരെ അങ്ങനെ കൊള്ളടിക്കാൻ വേണ്ടി ഒച്ചെടുക്കാതെ പോയേട്ടാ ചെല്ലി. അയാളോട് ടിപ്പ് ചോദിക്കണം കരുതിയതാ, ആ മോന്ത നോക്കിട്ട് എങ്ങനെയാ ചോദിക്കാം. എത്ര ബില്ല്? ബില്ല് 1097. ഞാൻ എത്ര നിങ്ങൾക്ക് തന്നത്? 1100. ബാക്കി 3 രൂപ എവിടെ? എന്താണ് 3 രൂപ ഇല്ലേ? സാറേ ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് ഇല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് വേണം. ചേഞ്ച് ഇപ്പൊ 3 രൂപ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് 167 രൂപ വെറുതെ വാങ്ങിച്ചില്ലേ? ഒച്ചെടുക്കല്ലേ ചേട്ടാ? ഒച്ചെടുക്കല്ലേ പറഞ്ഞാ ഒരു 3 രൂപ. 3 രൂപ എന്ന് പറഞ്ഞാൽ 3 രൂപ ഇതാ. അത് തന്നെ. ഇതെന്താ മിഠായി? അത് നീ തിന്നോ? അത് നീ തിന്നോ? എനിക്ക് വേണ്ട മിഠായി, എനിക്ക് 3 രൂപ മതി. ഒരു രൂപ മിഠായിയാണ്. എനിക്ക് 3 രൂപ മതിയെന്ന്. ചേട്ടൻ 10 രൂപ വെച്ചോ. എന്തിന്? അല്ല ഇവിടെ ചേഞ്ച് ഇല്ല. എനിക്ക് 3 രൂപ മതിയെന്ന്. അതെ, 3 രൂപ എടുത്തിട്ട് 7 രൂപ ഉണ്ടെങ്കിൽ തരാം, അല്ലെങ്കിൽ 10 സാറും ഞാൻ മാന്യം തന്നെയാണ് കേട്ടാ. 3 രൂപ നീ ടിപ്പ് വെച്ചോ. മോനെ അച്ഛനില്ലാത്തപ്പോ അമ്മയൊക്കെ പറഞ്ഞോട്ടാ. അതെ, ആകെ പ്രശ്നം കേട്ടോ. അയാള് ബില്ലായിട്ടാ പോയാണ്. അയാൾ വല്ല കേസും കൊടുത്താലോ? എവിടെ കൊണ്ടുപോയിട്ട്? എന്തിനാണെന്ന്? അല്ല ഈ GST പിടിച്ചു പറഞ്ഞിട്ട് കേസ് കൊടുത്താ? എന്റെ സൂതായിട്ട് ഈ GST എന്താണെന്ന് ഉണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞൂടാ, നമുക്ക് പറഞ്ഞൂടാ, അയാൾക്ക് പറഞ്ഞൂടാ. ഇനി എവിടെ കൊണ്ടുപോയി കൊടുക്കാൻ? കുഴപ്പമില്ലല്ലേ? എന്ത് കുഴപ്പം? GST എന്താന്ന് ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. എന്റെ സൂതായിട്ട് ഇതുപോലത്തെ നിയമമൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇടയ്ക്കൊരു ആശ്വാസമായിട്ടാണ്. ഇപ്പൊ ഈ പിരിച്ചിടുന്ന പൈസയൊക്കെ നമ്മൾ എടുക്കും. എന്താ ഏയ് ആ കാലിച്ചായ കുടിച്ചവർക്കൊക്കെ GST കൊടുക്കട്ടാ, അല്ലേ പൈസ 15 കൊടുക്കുന്നുണ്ട്. ഭയങ്കര എഴുത്തലാണല്ലോ. എന്താ ചെയ്തുള്ള ഒരുപാട് നെറ്റ് കേട്ട് ഇവിടെ വരാതിരിക്കാൻ പ്രാർത്ഥിക്ക്. വരാതിരിക്കാനാ? ഞങ്ങൾക്ക് ഇവിടെ ആരും കയറി വരട്ടെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നമ്മുടെ സ്ഥിരം തരാറുള്ള തൈറോയിഡിന്റെയും പിന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ള ആ മരുന്ന്, ഓഹോ, അത് 1 മാസത്തേക്കുള്ള എടുത്തേക്ക് കേട്ടാ. 1 മാസത്തേക്കുള്ള? 1 മാസത്തേക്ക്. എടുത്ത ഞാൻ ബ്ലോക്കിലൊന്ന് പോകാൻ നിക്കണ. തെങ്ങ് തൈ കൊടുക്കണ്ടെന്ന് പറയണ്ട അവിടുന്ന്. എന്നാ ശരിട്ടാ. സുമേഷ് ഏട്ടാ, സുമേഷ് ഏട്ടാ, എനിക്ക് ബാക്കി എത്രയാണ്? ബാക്കി എത്ര 30 രൂപ. ആ 30 രൂപയാണെന്ന്. ഞാൻ 500 എനിക്ക് 90 തരണ്ടേ ബാക്കി? അതെന്തിനാണ്? 410 അല്ലേ? ഞാൻ സ്ഥിരം മേടിക്കണല്ലേ ഇവിടുന്ന്. അതല്ലാട്ടാ, ടാക്സ് കൂടി. ടാക്സാ? എന്ത് ടാക്സ്? അതോ GST കൂടിയത് അറിയില്ലേ? GST മരുന്നിനാ? മരുന്നിന് GST ഉണ്ടാ? ഇപ്പൊ അതൊക്കെ ഉണ്ട്.
ഇത് വലിയ കഷ്ടമായി പോയില്ല. ഇത് ഈ പാവങ്ങളെയും കൂടി പിഴണാണ് അത് GST കാര്യം പറഞ്ഞ്. അത് ഞങ്ങളല്ലല്ല, സർക്കാരല്ലേ. ഒയ്യോ, ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ ഇത് സാധാരണക്കാർക്ക് ഉപകാരത്തിനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇത് വലിയ കൊല്ലാപ്പായിരിക്കാനുള്ള. ചേട്ടാ ഈ മരുന്നുണ്ടോ? ആ സത്യമായിട്ട് അതെന്തായി? എന്താ ഒന്നും പറയണില്ല. ഈ മരുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ആർക്കാണ്? എന്താ മണ്ടു ചേക്കൻ ആസ്പത്രിയില്? അയ്യോ എന്തുപറ്റി? എന്താ ഇന്ന് ആ ഹോട്ടലിലുള്ള ഭക്ഷണമൊക്കെ പാടെ വാരി വലിച്ച് തിന്നിട്ടേ എന്റെ ചക്കനല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞ കേക്കണ്ടേ. എന്നിട്ട് ഇപ്പൊ വയറൊക്കെ വീർത്ത് മുട്ടിയിട്ട് ഇപ്പൊ ആസ്പത്രി കൊണ്ടേ കിടക്കാണ്. ആസ്പത്രിയിൽ മരുന്നില്ലാന്ന്. അയ്യോ നീ എന്താ അവിടെ? ഇല്ല, ഞാനിവിടെ സ്ഥിരം മരുന്ന് മേടിക്കണതാണ്. ഇവിടെ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടല്ലോ, പിന്നെ ആ തൈറോയിഡിന്റെ മരുന്ന് മേടിക്കാൻ നോക്കിയപ്പോ ഇപ്പൊ അത് ഭയങ്കര കാശ് കൂടിയേക്കണേ. GST ആണെന്നും പറഞ്ഞിട്ടേ. എന്തിനു മരുന്നിന് GST? എനിക്ക് സാധാരണ ഇത്രയും വരാനുള്ള 410 രൂപ വരാറുള്ളൂ. ഇപ്പൊ എനിക്ക് അതൊന്ന് 19 രൂപ കൂടി കൂടിയേക്കാണ്. അല്ല എന്താണ് ഇവരെ വിചാരിക്കുക? എന്ത് സംഭവം? ഇതിപ്പോ ഹോട്ടലിൽ ഞാൻ പല്ലപ്പൊടി ഉണ്ടാക്കിട്ട് വരികയാണ്. ഞങ്ങള് 930 ഉറുപ്പ്യക്ക് എങ്ങാണ്ട് ഭക്ഷണം കഴിച്ചു. അതിന്റെ കൂടെ ഉണ്ട് 167 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. നോക്കുമ്പോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി തമ്മിത്തെറ്റായി. അവസാനം പണ്ടാരം പൈസയും കൊടുത്ത് പോന്നു. ഇത് ഹോട്ടലിലെ പോട്ടെ, ഈ മരുന്നിനൊക്കെ ഇങ്ങനെ GST എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റണ്ടേ ഇവിടെ? ഇതൊരു GST ഉണ്ടാ? GST ഉണ്ടോ മരുന്നിന്? എല്ലാത്തിനും ഉണ്ട്. ഇത് എന്ത് തെമ്മാടിത്തരാണ് എന്റെ പൊന്നു ചേട്ടാ. അയ്യോ ഞങ്ങളല്ല നമ്മടുത്തരം കാണിക്കുന്നത്, അത് അവിടെ നിന്നാണ് കേട്ട്. അതെ, ഇത് എന്റെ കൂടെ വരുമോ? ഇങ്ങാട് നമുക്ക് ആ സെയിൽ ടാക്സ് ഓഫീസ് വരെ ഒന്ന് പോയി നോക്കുക. നമ്മ പോയിട്ട് എന്ത് കാര്യമാണ് അവിടെ? എന്താന്ന് അറിയാലോ. അല്ലാതെ ഈ കയ്യിലുള്ള പൈസ പിന്നെ ഇങ്ങനെ വാങ്ങി വെച്ചാല് ഇല്ലാന്ന്. ഇതിപ്പോ അവിടെ പോയാൽ നമ്മളോടൊക്കെ പറഞ്ഞല്ലോ അവര്. പിന്നെ പറഞ്ഞു തരാൻ എന്താന്ന്, നമുക്കിടെ മേലും കിഴന്ന് നോക്കാനല്ലോ. എന്താ കാര്യം എന്ന് ചോദിക്കാം. അപ്പൊ അവര് പറഞ്ഞു തരട്ടെ എന്താന്നുള്ളത്. തൊണ്ടാരുടെ ഇങ്ങനെ മെല്ലെ പറയാ. അപ്പൊ പിന്നെ മരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. കളിയാക്കല്ലേ അറിഞ്ഞത് തൊണ്ടകള. ആ തൊണ്ടവേനൊക്കെ വരുന്നുണ്ട്. ഡോക്ടറുടെ ചീട്ടുണ്ടാ? ചീട്ടില്ല, ഡോക്ടറെ കണ്ടല്ല. ഒരു മരുന്ന് തന്നാ മതി. അത് പറ്റിയല്ല, അത് ഡോക്ടറെ തന്നെ കാണണം. എന്താണെന്ന്? ഡോക്ടറെ കാണണമെന്ന്. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോന്ന്. അല്ലേ എനിക്ക് തന്നാ മതി ചേട്ടാ. മനുഷ്യന് തൈറോയിഡായി പോയി. അല്ലെങ്കിൽ ചെവിയും പൊളിച്ച് മനുഷ്യത. അതെ ചേട്ടൻ കാര്യം ചെയ്യ്. ഇതിന്റെ പൈസ ഞാൻ വൈകുന്നേരത്ത് ഇങ്ങോട്ട് വരുമ്പോ തരാട്ടാ. അല്ല ഇത് ഇവിടെ പോണ്ട. ആസ്പത്രി കയറിട്ട് ഗുളികോടെ കൊടുത്ത നേരെ പോ. നീ ഒന്നേട് നമ്മയൊക്കെ ചെന്ന പോലെ കാര്യം നടക്കല്ല. ഇത് അറിയേണ്ട കാര്യമാണ്. ഇത് അങ്ങനെ വിടേണ്ട കാര്യമല്ല. ഇത് നീ ഇങ്ങോട്ട് പോ. സുരക്ഷിത വരാട്ടാ. ഇത് വൈകുന്നേരം തരാം. ചിരിക്കണു. സാറേ നമസ്കാരം. ഇരിക്കും. എന്താ വന്ന കാര്യം? സാറേ ഈ GST എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ പറഞ്ഞു? അല്ല GST എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ? കാരണം ഞങ്ങള് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് ഈ കച്ചവടക്കാരൊക്കെ പൈസ അങ്ങനെ പറ്റിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിച്ചോ? ആവൂ. നിങ്ങൾക്ക് ഒരു നിമിഷം. സാർ ഇല്ല സാർ, എൻ്റെ മുന്നിൽ രണ്ടുപേര് വന്നിരിക്കുകയാണേ. അപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം. GST എന്താണെന്ന്, അത്രേ ഉള്ളൂ. ഓ ഞാൻ പറഞ്ഞു കൊടുത്തോളാം സാർ. താങ്ക് യു സാർ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി, അത്രേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇത് എന്തിനാണ്, ആർക്കാണ് ഇത് കൊടുക്കണത്? ഇതുവരെ ഇല്ലാത്ത നികുതി ഇത് എന്തിനാണ് മേടിക്കണേ? അതുകൊണ്ടുള്ള കാര്യം എന്താണ്? ഈ ചരക്ക് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ്, സേവനം, സർവീസ്, നികുതി, ടാക്സ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാവാത്തത്? ജനങ്ങൾക്ക് ഗുണമുണ്ടാവുന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഈ GST. അപ്പൊ ഞങ്ങൾക്ക് ഉള്ള പണിയെടുക്കുന്ന കാശ് മുഴുവൻ ഇപ്പൊ GST അടക്കാനുള്ളൂ. അതെന്താണ് അങ്ങനെ വരണത്? അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചു സാറിനെ ഒന്നുകൂടെ. ഏതെങ്കിലും കാലത്ത് ഞങ്ങൾക്ക് ഗുണമുണ്ടാന്ന് പറഞ്ഞാലും മതി. ഞങ്ങളെ കമ്മീഷണറാണ്, എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാൻ പറ്റില്ലേ സാർ? ഇല്ല ഒന്നുമില്ല സാർ, അത് പറഞ്ഞു. അപ്പോൾ അവർക്ക് വീണ്ടും വേറൊരു സംശയം. ഓ ഞാൻ പറഞ്ഞു. സോറി സാറിനും അറിയില്ല.
ഇത് ടാക്സിന്റെ ഓഫീസല്ലേ? അതേന്ന് നമ്മുടെ കമ്മീഷണറാണ്. സാറിന് അതിന്റെ വിവരം എത്ര എന്താണെന്ന് അറിയില്ല. സാറിനറിയില്ല, പക്ഷെ സാറിനറിയില്ലേ? എന്റെ മേളിൽ ഇരിക്കുന്ന കമ്മീഷണർ സാറിന് അറിയാത്ത കാര്യം ആ സാറിന്റെ താഴെയുള്ള ഞാൻ എങ്ങനെ അറിയും? ഞങ്ങൾ പിന്നെ എന്തിനാണ് നടക്കുന്നത്? നടക്കണമല്ലോ, എന്തിന്? അത് നിയമമാണ്. ദാറ്റ് ഇസ് റൂൾ. നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഈ നിയമം അങ്ങ് പാലിക്കുക. അതെ, ജൂലൈ 1 നിയമം വന്നു GST പിരിക്കണമെന്ന്. അതുപോലെ ഞങ്ങൾ GST പിരിക്കാൻ തുടങ്ങി. ഞങ്ങളെ പണി കൃത്യമായിട്ട് ചെയ്യണുണ്ട്. എന്റെ പൊന്നു സാറേ, ഞങ്ങളെ എന്ത് തെറ്റ് ചെയ്തു ഞങ്ങൾ ഈ പാവങ്ങള്? ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളോട് കർശനമായിട്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്, വണ്ടിയൊന്നും തടഞ്ഞിട്ട് പിരിക്കാൻ പാടില്ല എന്ന്. ചെക്ക് പോസ്റ്റ് പോലും ഇല്ലല്ലോ. ഞങ്ങളിപ്പോൾ വെറുതെ ഇരിക്കുകയാണ് ഇവിടെ. സാറേ, ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഞാനിപ്പോ ഒന്ന് ഭക്ഷണം കഴിച്ചു, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള എന്റെ ബില്ല് എന്റെ കയ്യിലുണ്ട്. ഇയാള് മരുന്ന് വാങ്ങിച്ചിട്ടുള്ള എന്റെ ബില്ലുണ്ട്. അപ്പൊ ഇതിലൊക്കെ എഴുതിയിട്ടിട്ടുള്ള ഈ GST എന്ന് പറഞ്ഞിട്ട് ഇവര് വാങ്ങിച്ചിട്ടുള്ള തുക അത് കറക്റ്റ് തന്നെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരെടുത്ത് ചെന്ന് ചോദിക്കണത്? അതിപ്പോ ഈ GST പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവരെ സമീപിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു യാത്രാ തർക്കത്തെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് മർദ്ദന കാരണം. സംഭവം വിവാദമായതിനെ തുടർന്ന് അന്വേഷണത്തിന് ഉത്തരവ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും SI മൊയ്തു പറഞ്ഞു. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതായത് ഇക്കിപ്പോ വലിയ വലിയ ആൾക്കാർ സംസാരിക്കണ മാതിരി UK എന്ത് നടന്ന് ചൈനയിൽ എന്ത് നടന്നൊന്നും പറയാറിഞ്ഞൂടാ. നമ്മുടെ കുടുംബത്തൊക്കെ നടക്കണ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് ആണുങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില അടിപിടി കേസ് കെട്ടുകൾ ഇതിപ്പോ എല്ലാവരും കണ്ടാണ്. നമ്മുടെ സത്യശീലനുണ്ടായ ഒരു അനുഭവം. 1-2 പെണ്ണുങ്ങള് ഒരുമ്പിട്ട് ഇറങ്ങിയിട്ട് അവനെ തല്ലി തമ്പോറാക്കി റോട്ടിലിട്ടല്ലോ. ഇതിപ്പോ കേരളത്തിൽ ഒട്ടാകെ എല്ലാവർക്കും അറിയണ ഒരു കേസ് കെട്ടാണ്. അപ്പൊ ഇതേമാതിരി ഇനിയൊരു പുരുഷന്റെ നേരെ ഒരു സ്ത്രീ കയ്യോങ്ങരുത്. അങ്ങനെ ഓങ്ങിയ ഓരോ മാതിരി തന്നെ അമ്മക്കും വേണം സംഘടന. അങ്ങനെ ഒരു സംഘടനയെ രൂപീകരിക്കാനാണ് ഇപ്പൊ നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. ഇപ്പൊ നമ്മളൊക്കെ കുടുംബത്ത്, പിന്നെ കുടുംബത്തെ സ്ഥിതി ഞാൻ പറയാണ്ട് ഞങ്ങൾക്ക് ഏകദേശം അറിയണ കാര്യമാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ആശുപത്രിയിൽ ഞാൻ കിടന്നത് എന്താന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഇപ്പോ ഈ പല ആണുങ്ങൾക്കും തല്ലുകൊള്ളുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ തൊഴിലിന് പോണില്ല എന്നാ പരാതി. എന്താ തൊഴിലിന് പോവാത്ത? തൊഴിലില്ല. അപ്പൊ തൊഴില് ചെയ്യാനായിട്ടുള്ളൊരു വഴിയും കൂടി നമ്മൾ കണ്ടെത്തണം. ഈ പെണ്ണുങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ സംഘടന, എന്താ അതിന്റെ പേര്? കുടുംബശ്രീ. കുടുംബശ്രീ അല്ല, കുടുംബശ്രീ, വീടിന്റെ വിളക്ക്. അത് ശരി. അപ്പൊ അല്ലാണ്ട് കുടുംബശ്രീ എന്നല്ല. സ്ത്രീ എന്നല്ല, കുടുംബശ്രീ. ഓ, കുടുംബത്തിന്റെ വിളക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, പുരുഷന്മാരുടെ സംഘടന കുടുംബറാന്തലി. അത് വിളക്കിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുണ്ടല്ലോ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ കോയിക്ക. നമ്മളിവിടെ കൂടിയേക്കണതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാ പറയും. അല്ല, അങ്ങനെ ചെന്നാ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാവില്ല. ഈ എന്നെ പറയാന്നല്ലേ, അത് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ സ്ത്രീ കമ്മീഷൻ ഉണ്ട്. സ്ത്രീകൾക്ക് കമ്മീഷൻ ഉണ്ടോ? തല്ലണേനോ? കല്യാണത്തിന് കമ്മീഷൻ അല്ലേക്ക്, അതിന്റെ സംഘടനയുടെ പേരാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഒരു വിഷയം വന്നാൽ ആ കമ്മീഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാം. അതുപോലെ നമ്മൾ ഇന്ന് രൂപീകരിക്കുന്ന സംഘടനയുടെ പേരാണ് പുരുഷ കമ്മീഷൻ. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. പിന്നെ നമുക്കായാലെന്താണ്? അപ്പൊ നമുക്ക് നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് ഇത് കൊണ്ടു നടക്കാൻ കഴിവും പ്രാപ്തിയുള്ള പരിചയസമ്പന്നനായ കോയക്കാനെ നമുക്ക് ചുമതലപ്പെടുത്താം. അല്ലപ്പ അത് ഞാൻ തന്നെ അവിടെ നിൽക്ക് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ആ ബുദ്ധിമുട്ടാണ് നമുക്ക് രാഘവരനെ ഏൽപ്പിക്കാം. അപ്പൊ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ട് കോയക്കാനെ തീരുമാനിക്കുന്നു. ഇനി നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഈ വിഷയത്തെ പറ്റി എനിക്ക് ചിലത് പറയാനുണ്ട്. എന്താണ്? ആഗോളവൽക്കരണത്തിന്റെയും കമ്പോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും നവലിബറൽ ആശയങ്ങളുടെ പരിണിത ഫലമായി കുടുംബങ്ങളിൽ നാഥന് സ്ഥാനം കുറവുണ്ട്. കോയക്കൊക്കെ എന്ന് പറയാനില്ലേ? കുടിക്കാൻ വെള്ളം ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? പറഞ്ഞാളാ എങ്ങാനും ഇത്തിരി വെള്ളം കൊണ്ടുവന്നു. ഈ കാര്യങ്ങൾ നമുക്കിപ്പോ മനുഷ്യന്മാർക്ക് മനസ്സിലാവണം. എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യല്ലേ നല്ലേ? പുരുഷൻ എന്ത്, എങ്ങനെ, എപ്പോൾ എന്ന എന്റെ നോവലിൽ ഇത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നീ നോവൽ എഴുതിയിട്ടുണ്ട്? 12 നോവൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നേരെ അക്രമം ഒന്നും ഉണ്ടായില്ല? അതൊന്നും പബ്ലിഷ് ചെയ്തില്ല. ഇറക്കണ്ടായി. ഒന്ന് നമ്മുടെ സംഘടനക്കൊന്ന് ചൂട് പിടിച്ചൊന്ന് സെറ്റപ്പായി വരട്ടെ, എന്നിട്ട് ഇറക്കിയാൽ മതിട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായത്തോളം ഞാൻ എന്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരോടും കാരണവന്മാരോടൊക്കെ അറിയിച്ചപ്പോ എന്താ പറയുന്നുണ്ടോ, ഒരു ചൂരിലെടുത്തിട്ട് മുട്ടിന് താഴെ അങ്ങടെ അടിക്കാറ്.
ഇത് കേട്ടിട്ട് ഞാൻ ഒരു ചൂരിലെടുത്ത് അങ്ങോട്ട് ചെന്ന് ഓലക്കായിട്ട് അങ്ങോട്ട് വന്നു. എന്ത് ചെയ്യുന്നാണോ പറഞ്ഞത്? അല്ല കോയ ആ എനിക്ക് 3 ഭാര്യന്മാരുണ്ട്. ഇങ്ങക്കുണ്ടോ 3 ഭാര്യമാര്? 3 കെട്ടിയില്ലേ? അതെയാ അതല്ലേ പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരെണ്ണത്തിന്റെ അടുത്ത് പോകുമ്പോ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോന്നു, അവിടെ ചെല്ലുമ്പോ പറഞ്ഞു ഇങ്ങോട്ട് പോന്നു. അങ്ങനെ 2 വീടും. അത് ശരി. നിങ്ങളിപ്പോ അങ്ങോട്ടും കൂടി ഷട്ടിലടിക്കാണ്. പക്ഷെ അതൊന്നും ഇതിൽ പെടുത്തണ്ട. അതൊന്നും പെടുത്തണ്ട. അതൊന്നും പെടുത്തണ്ട. ഇത് മെട്രോ ട്രെയിനാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ നോക്കിയിട്ട് കാര്യം. ആ അപ്പൊ നമ്മുടെ സംഘടന രൂപീകരണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ ആദ്യ പടി എന്നുള്ള നിലക്ക് നമ്മുടെ സത്യശീലനൊന്ന് പോയി കണ്ടാലോ? പോയേക്കാ, സത്യശീലൻ എന്ന് പറയാൻ പാടില്ല, പിന്നെ എരേന്നേ പറയാൻ പാടുള്ളൂ. വരല്ല, ഇര. സത്യശീലൻ എന്നൊക്കെ പറഞ്ഞാല് പോലീസ് നമ്മുടെ പേരിൽ കേസെടുക്കും. ആ അങ്ങനെ വെച്ചാൽ നമ്മുടെ മുദ്രാവാക്യം എന്താവണ വെച്ചണ്ട, ഇരയോടൊപ്പം അല്ലെങ്കിൽ ഓനോടൊപ്പം. എന്താണെന്ന് പറഞ്ഞു നോക്കി. ഇരയോടൊപ്പം അല്ലെങ്കിൽ ഓനോടൊപ്പം. എന്റെ അടുത്ത നോവലിന് ഇത് പറ്റും. അല്ല നമ്മളിപ്പോ ഇത് ഓനോട് പോയി പറയുമ്പോ അതൊന്ന് പരസ്യാക്കണ്ടേ? അത് നമ്മള് ഈ ചാനലുകാര് അങ്ങനെയൊക്കെ വിളിച്ചാ വരും. നമ്മള് ഓനോട് പോയി സംസാരിക്കണതൊന്ന് പകർത്താന്. എന്തിനു വരുന്നത്? ഞാനൊന്നും വരില്ല. ഇല്ല. അല്ല വല്ല പറ്റില്ലാച്ചെങ്കിൽ വേറെ പണിയുണ്ട്. വേറെ എന്തെങ്കിലും സംഗതി ഇവിടെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഓരങ്ങട് വിളിക്കുക. വിളിച്ചിങ്ങട് വന്നു കഴിയുമ്പോ പിന്നെ ഒന്നും നടക്കണില്ല, ഒന്നും ഇല്ലാതെ. അപ്പൊ അപ്പുറത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞ് ചൂണ്ടി കാണിച്ചു കൊടുത്താൽ വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. സത്യശീലനെ കാണാൻ വേണ്ടി കോയക്കേനും പാരിയാതിനെ ചുമതലപ്പെടുത്താം. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. സത്യശീല ആഹാ പോയാക്ക വരി. എന്താപ്പ എന്റെ സ്ഥിതി? സ്ഥിതി എന്താ കണ്ടില്ല തന്നെ. എന്താപ്പ ഉണ്ടായത്? നമ്മുടെ 10ാം നമ്പർ ഹൗസിംഗ് കോളനി ഇല്ലേ, ഞാൻ അവിടേക്ക് ഒരു ഓട്ടം പോയതാണ്. അപ്പൊ അവരവിടെ ആളുകൾ അവിടെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഇങ്ങോട്ട് തിരിക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഒരു 2 പെണ്ണുങ്ങൾ വന്നിട്ട് വണ്ടി കയറി. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, സാധാരണ ചോദിക്കണ പോലെ എവിടേക്കാ പോകേണ്ടത് ചോദിച്ചു. അപ്പൊ അവര് വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു. വണ്ടി വിട്ടു. പിന്നെ ആ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ആ തിരിവുണ്ടല്ലോ, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇനി എവിടേക്കാ പോകേണ്ടത് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു ഈ വഴിക്ക് പോവാന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു അല്ല വേണ്ട ഈ വഴിക്കാവട്ടെ എന്ന്. അവര് തന്നെ എന്നിട്ട് അവര് 2 പേര് അതും ഇതും പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ അവരെന്നെ വഴക്കായി. അപ്പൊ ഞാൻ വണ്ടിയുടെ നിർത്തിയിട്ടു. ഞാൻ ചോദിച്ചു ആദ്യം നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടതെന്ന് പറ പെങ്ങളെ. ചോദിക്കണല്ലോ, ചോദിക്കണ്ടേ? അപ്പൊ ഈ പെങ്ങളേന്ന് വിളിച്ചത് അവർക്ക് ഇഷ്ടായില്ല. എന്റെ സത്യത്തിൽ ഈ ഒരു കാര്യം ചെയ്യാ ആ നിമിഷം തന്നെ ഒരു ട്രിക്ക് അങ്ങോട്ട് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഈ പെങ്ങളേന്ന് വിളിച്ചത് പെങ്ങളേന്നല്ല, ഞാൻ തങ്ങളേന്നാ വിളിച്ചതെന്ന് അങ്ങടെ ആക്കി സംഗതി അവിടെ തീർത്തായിരുന്നു. അവർക്ക് വെള്ളമായിരുന്നെന്നാണ് പറഞ്ഞു കേട്ടത്. ശരിയാണോ? കള്ളു കുടിച്ചിരുന്ന അവര് വെള്ളം അടിച്ചിട്ടുണ്ട് തന്നെ തോന്നുന്നത്. സംസാരത്തിലൊക്കെ ഒരു ഇതുണ്ട്. അല്ല സത്യശീല, അവര് നിന്റെ അണ്ടർവെയറൊക്കെ കീറി പറിച്ചെടുത്തെന്ന് പറഞ്ഞ് തിരിച്ചു തന്നായിരുന്നാ? തന്നില്ലേ? അതല്ലാതെ ഇട്ടുണ്ടായില്ല. അവരെന്റെ മുണ്ട് പിടിച്ചു വലിച്ചു. മുണ്ട് അവരിങ്ങനെ വലിച്ചപ്പോ ഞാനത് അപ്പൊ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുകയും ചെയ്തു. മുണ്ടോര് അതൊക്കെ ആൾക്കാർ വെറുതെ പറയാം. ഇത് നമുക്ക് വിടാൻ പറ്റില്ല. വിട്ടപ്പം മുണ്ടഴിഞ്ഞ് നാണം കെട്ടില്ലേ? മുണ്ടിന്റെ എല്ലാ കൈ പ്രശ്നം അങ്ങനെ നിസ്സാരമായിട്ട് വിടരുതെന്ന്. ഇതങ്ങനെ വിടാൻ പറ്റൂല. ഇതങ്ങനെ വിടാ. ഇത് ഞാൻ ഇപ്പൊ ഒന്നും പറഞ്ഞു തുടങ്ങിയതല്ല. ഞങ്ങളോട് എന്ന് പറഞ്ഞാ ഞാന് നമുക്ക് ഇനിയൊരു യൂണിയൻ വേണം. നമ്മളത് രൂപീകരിച്ചും കഴിഞ്ഞു. എന്റെ പ്യാരി കോയാക്ക സംഘടന ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? മൂപ്പര് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. 3 പെണ്ണുങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യാണ്ടാണ് മൂപ്പര് സംഘടന ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. എനിക്ക് ആ പ്രശ്നമില്ലല്ലോ. എന്റെ കുടുംബത്തിന് നല്ല സമാധാനമുണ്ട്. നല്ല തല്ല് കിട്ടാനായിട്ട് കുടുംബത്തന്നെ ആള് വേണമെന്നില്ല. അതിപ്പോ എനിക്ക് അനുഭവമായല്ലോ. പുറത്ത് 4 ജാതി ഉണ്ടായാ പോരെ. പിന്നെ ഇപ്പൊ ഞാൻ പെണ്ണ് കെട്ടിയത് എന്തുകൊണ്ടാണ്? ആദ്യം കെട്ടി വെളിവില്ല, 2ാമത് കെട്ടി വിവരവും ഇല്ല, 3ാമത് കെട്ടിയതിന് ഭ്രാന്തും. അവസാനം പറ്റിയൊക്കെ ഒത്തുകൂടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി എന്റെ അന്യത്ത് കയറാൻ വന്നപ്പോഴാണ് ഒരു നീക്കക്കള്ളിക്ക് വേണ്ടി അയൽപക്കത്തുള്ള ബന്റെ അടുത്ത് വന്നത്. ഓന്റെ സ്ഥിതി എന്താ? അതിനേറ്റ് മലപ്പ ഈ തർത്തിട്ടിരിക്കണോന്ന് ചോക്കണ്ട, പുറത്ത് നിറച്ച് തല്ലിന്റെ പാടാ. അപ്പൊ ഈ ജാതി അംഗങ്ങൾക്കൊക്കെ ഒന്ന് ഒരു അറുതി വേണ്ട നമുക്ക്. അത് വേണ്ടേ? അല്ല സത്യശീല, നീ ഒരു കൗണ്ടർ പെറ്റീഷൻ അവർക്കെതിരെ കൊടുക്കണം. എന്തിനാ? പെണ്ണുങ്ങള് റോട്ടിൽ വളഞ്ഞിട്ട് തല്ലിന്ന് പറഞ്ഞ് നീ പരാതി കൊടുക്കണം.
അല്ല, അവര് കൊടുത്ത പരാതിയിൽ നിന്നെ പിടിച്ച് അകത്തിടും. അതാണ് നിയമം. അതെ, നാറേണ്ടത് നാറ്. ഇനി ഞാൻ ഒന്നിനുമില്ല. ഇപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇത് ഒരു വളം വെച്ചോർത്ത മാതിരിയാവും. സകല ആണുങ്ങൾക്കും തല്ല. ഇനിയിപ്പോ മാത്രല്ല പോയാക്ക, ആ ചാനലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് അവരുടെ ചർച്ചയ്ക്ക് എല്ലാം പറഞ്ഞിട്ട്. എന്തിനെല്ലാം ഞാനും ചെല്ലില്ലാന്ന് പറഞ്ഞു. എന്തെന്നാ ഈ ചെങ്ങായി പറഞ്ഞു? ഏടോ ചെന്ന് കാര്യങ്ങൾ പറയണോന്ന്. നിങ്ങൾ എന്താ ഈ പറയണത്? ഞാൻ ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടിയിട്ട് ചാനലിൽ പോയി നാട്ടുകാർ മുഴുവൻ കാണുന്നത്. അല്ലെങ്കിൽ പനക്ക് തല്ല് കിട്ടിയത് ഒരാളും അറിഞ്ഞിട്ടില്ല. ഏടാ ചെങ്ങായി ഇത് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആൾ അറിഞ്ഞാ നാളെ മേലൊക്കെ ജാതി പണി നടക്കൂല. അതുമല്ല, നമ്മുടെ സംഘടനക്ക് ഒരു മൈലേജും ആവും. ഒരു സംഘടന ഉണ്ടാവുമ്പോ 4 ആൾ അറിയട്ടെ. ആനക്ക് കിട്ടി തല്ലൊക്കെ ഈ എങ്ങായിക്ക കിട്ടിച്ചെങ്കിൽ ഒരു ഉപകാരത്തിൽ കായിരുന്നു. അങ്ങനെ ആയിട്ട് പറഞ്ഞല്ല. അല്ല ഇത് പോണോ? ഒന്നാമത്തെ കാര്യം ഇതൊന്നും ചെയ്യണ്ട. ഈ തലയെക്കൊട്ടും എന്റെ ഈ കയ്യും വെച്ച് അവിടെ കുത്തിരുന്നാ മതി. കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചോണ്ട്. പെണ്ണുങ്ങളുടെ ആയിരുന്നു നല്ല വല്ല് കിട്ടി നല്ല ശീലമുള്ളവരെന്നെ ഞങ്ങൾ. മന്മഥൻ കവലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സമൂഹത്തിൽ പുരുഷന് പുല്ലുവിലയോ? പെൺവാണിഭങ്ങളും സ്ത്രീ പീഡനങ്ങളും തോരാ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഒരു പുരുഷ പീഡനം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞാനും വിശ്വസിച്ചില്ല. പക്ഷേ അത് വിശ്വസിച്ചേ മതിയാകൂ. കാരണം ഇത് നടന്നിരിക്കുന്നത് മറ്റെങ്ങുമല്ല, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മന്മഥൻ കവലയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രമുഖരെ നമുക്ക് പരിചയപ്പെടാം. ഈ കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുന്ന SI മൊയ്തു സാർ, പുരുഷന്മാരുടെ സുരക്ഷയ്ക്കായി പുതിയതായിട്ട് രൂപം കൊണ്ട പുരുഷ കമ്മീഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കോയ സാഹിബ്. അവിടെ ഇരുന്നാ മതി, പരിചയപ്പെടുത്തിയതാണ്. ഇരുന്നോളൂ. സ്ത്രീ ശാക്തീകരണ സമിതിയുടെ അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് സുഗതൻ രണ്ടരക്കണ്ടി. ക്ഷമിക്കണം, സുഗതൻ അഞ്ചരക്കണ്ടി. ഒരക്കം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാലോ. ഈ കേസിലെ മുഖ്യ ഇര, നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം, പുരുഷ ഇര, ഓട്ടോ ഡ്രൈവർ കൂടിയായ സത്യശീലൻ. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ കേസിന് കാരണക്കാരെന്ന് പറയപ്പെടുന്ന 2 വനിതകൾ, പ്രമുഖ ഫാഷൻ ഡിസൈനേഴ്സ് മണ്ടോദരി, ശ്യാമള. സത്യശീലൻ എന്ന് പറയുന്ന ഈ പാവം ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോറിക്ഷ ഈ 2 വനിതകൾ ചേർന്ന് ഓട്ടം വിളിച്ചു കൊണ്ടുപോയി പകുതി വഴിയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ കേസ്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള SI മൊയ്തു സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. സാർ, ഈ വിഷയം സാർ എങ്ങനെ നോക്കിക്കാണും? സ്ത്രീകളെ പീഡിപ്പിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഒരുപാടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പുരുഷനെ പീഡിപ്പിച്ച ഒരു കേസ് ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ അവസാനം അയാൾ തെറ്റുകാരനാണോ അല്ലെങ്കിൽ ഇവരാണോ തെറ്റുകാരെന്നുള്ളത് നമ്മൾ തെളിയിക്കും. ശ്രീ കോയ സാഹിബ്, ഈ വളരെ മാന്യനും വളരെ സൗമ്യനും സത്യസന്ധനുമായ ഒരാളാണ് ഈ സത്യശീലൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ആണല്ലോ. അയാൾക്കെതിരെ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അത് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? കാര്യങ്ങൾ പിന്നെ പ്രസിഡന്റ് അല്ലേ, പ്രസിഡന്റ് പറയും. എന്താ പറഞ്ഞു? ഈ സത്യശീലൻ എന്ന് പറയുന്ന മാന്യനായ ഈ വ്യക്തിക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ കുറിച്ച്, അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് കയ്യിലിരിപ്പന്നെ. കയ്യിലിരിപ്പന്നല്ല, ഇയാളുടെ കയ്യിലിരിപ്പ. ഇയാളുടെ ഇയാളെ തല്ലി തമ്പോറാക്കില്ല. ഈ ഒന്നിന് മാത്രം വന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ തല്ലി തമ്പോറാക്കില്ല. ഓരോ കയ്യിലിരിപ്പ് നന്നല്ല. അല്ലെങ്കിൽ ജാതി പണി കാണിക്കോ സാറങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പുറത്തുള്ള ആണുങ്ങളെ തല്ലാളൊരു ചങ്കൂറ്റം പെണ്ണുങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നാടിന്റെ സ്ഥിതി? എന്റെ വീട്ടിലൊക്കെ 4 ആണുങ്ങൾ ഉമ്മർത്തുണ്ടെങ്കിൽ അടക്കളയെന്ന് പുറത്തേക്ക് പെണ്ണുങ്ങൾ വരില്ല. ആ ജാതി കുടുംബത്തിൽ ജീവിക്കണ ആളാണ് ഞാൻ. എന്താ ചോക്കണത്? ശ്രീ കോയ സാർ, ഇങ്ങനെ ഒരു സംഘടന പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിക്കാൻ താങ്കൾക്കുണ്ടായ ആ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം എന്താണ്? അത് ഇതേമാതിരി അനുഭവങ്ങൾ തന്നെ, നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ തന്നെ. ഇപ്പൊ നമ്മുടെ കുടുംബത്തെ സ്ഥിതി നമുക്കറിയാലോ. അങ്ങനെ ആണുങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവണ പല കുടുംബങ്ങളും ഉണ്ട്. അതിപ്പോ ഈ സഭയിലിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പലർക്കും അങ്ങനെ അനുഭവം ഉണ്ട്. ഞാൻ പേരൊന്നും എടുത്ത് പറയണില്ല. പ്യാരി അഭിഭാഷകൻ ശ്രീ സുഗതൻ അഞ്ചരക്കണ്ടി, താങ്കൾ എങ്ങനെ ഈ വിഷയം വിലയിരുത്തി കാണുന്നു? അസൂയാണിത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസൂയ എന്നാണ് ഇതിനെ പറയാനുള്ളത്. ഇയാൾക്കാണോ? അല്ല, പൊതുവെ ആണുങ്ങൾക്ക് മൊത്തത്തിൽ ഇപ്പൊ അസൂയാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ സ്ത്രീകൾക്ക് എന്താണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ? ഇന്ന് നമ്മള് 50-50 ആണ്.
50% സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അവസ്ഥ വന്ന സ്ഥിതിക്ക് പ്രതികരിക്കാനുള്ള ശേഷി സ്ത്രീകൾക്ക് കൂടി. ഇപ്പോ നമ്മുടെ സുഗതൻ സാറ് പറയുന്നു ഇത് പുരുഷന്മാർക്ക് അസൂയയാണ്, ഇത് 50% അത് അവർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സർക്കാർ ആ ജാതി അഭിപ്രായമൊന്നുമില്ല. ഇപ്പൊ മൂപ്പര് പറഞ്ഞ ഈ 50-50 ഒക്കെ നമ്മൾ ബിസ്ക്കറ്റ് കമ്പനിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ബസ്സിൽ കയറിയ മുൻഗണന ആർക്കാണ്? സ്ത്രീകൾക്കാണ്. ഓരോ സീറ്റിൽ ഒരു ആണുങ്ങൾ കയറി ഇറങ്ങാൻ അങ്ങോട്ട്, ഒരു ആണിന്റെ സീറ്റിൽ പെണ്ണ് ഇരുന്ന് കഴിഞ്ഞാൽ പിടിച്ചു മാറ്റുന്നില്ലല്ലോ. ഒരു ടിക്കറ്റിന് എടുക്കുന്നവർക്ക് സ്പെഷ്യൽ ക്യൂ ഉണ്ട്. എവിടെ ചെന്നാലും സ്ത്രീകൾക്കുണ്ട് ഒരു പരിഗണന. എന്തായാലും നമുക്ക് അടുത്തത് ഈ കേസിന് ആസ്പദമായ ഇരയിലേക്ക് വരികയാണ്. സത്യശീലൻ, എന്താണ് താങ്കൾക്കുണ്ടായ ആ ദുരനുഭവം? ഇപ്പൊ തന്നെ ഇതിൽ തന്നെ ഒരു സത്യം മനസ്സിലായോ? സത്യശീലൻ പറയട്ടെ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ തന്നെ പറഞ്ഞു ഇര എന്ന്. ഒരു സ്ത്രീയാണ് ഇര എങ്കിൽ അതിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പുരുഷനായതുകൊണ്ട് ഇര എന്നും പറയാം, എന്നിട്ട് സത്യശീലൻ എന്നും പറയാം. കാരണം അവർക്കൊന്നും സംഭവിക്കില്ല, സ്ത്രീകൾക്ക് സംഭവിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കണം. ഇവിടെ ഇപ്പൊ ഇരയുടെ കാര്യം പറഞ്ഞിട്ടുള്ള തർക്കമാണോ അതോ ഈ ചെങ്ങായുടെ കാര്യത്തിന് ഒരു തീരുമാനം? അദ്ദേഹത്തിന്റെ അഭിപ്രായം കേൾക്കാം. എന്താണ് താങ്കൾക്കുണ്ടായ? ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും വേറൊരു രീതിയിൽ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊന്നും ഞാൻ ഇന്നുവരെ പെരുമാറിയിട്ടില്ല. എത്ര വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നു? ഞാൻ കുറച്ച് വർഷമായിട്ട് ഒരു 10, 15, 20 വർഷമായി. ഇപ്പൊ സ്വന്തം ഓട്ടോറിക്ഷയാണോ? സ്വന്തം ഓട്ടോറിക്ഷയാണ്. ഞാൻ ഒരു സ്ഥലത്തേക്ക് ഓട്ടോ ഓടിയിട്ട് വണ്ടി തിരിച്ചു വരികയാണ്. ആ സമയത്താണ് ഇവർ രണ്ടുപേരും എന്റെ വണ്ടിയിൽ കയറിയത് സാറേ. കയറിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കില്ല എവിടേക്കാ പോകേണ്ടത് ചോദിക്കും. അപ്പൊ അവര് പറഞ്ഞു താൻ വണ്ടി വിടറോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞപ്പോ പിന്നെ ഇവര് രണ്ടുപേരും തമ്മിൽ തർക്കമായി. അപ്പൊ ഒരാൾ പറഞ്ഞു സാറേ ഈ വഴിക്ക് പോകണമെന്ന്, മറ്റേ ആൾ പറഞ്ഞു മറ്റേ വഴിക്ക് പോകണമെന്ന്. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ നിർത്തി. എന്നിട്ട് അവരോട് ഞാൻ ഇറങ്ങി ചോദിച്ചു എവിടേക്കാ പോകണമെന്ന്. നിങ്ങൾ പറയുന്നല്ലേ ഞാൻ വണ്ടി എടുക്കണല്ലോ എന്ന് പറയും. അത് പറയാം താൻ ആരോടൊന്നും പറഞ്ഞിട്ട് എന്നെ പിടിച്ച് തള്ളി സാറേ. പിടിച്ച് തള്ളിയപ്പോ ഞാൻ ഒന്ന് തടുത്തു, അത്ര ഉണ്ടായിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടെ എന്നെ പൊതിരെ തല്ലി. ഈ തല്ലുന്ന നാട്ടുകാർ മൊത്തം നോക്കിക്കൊണ്ട് നിൽക്കാണ് സാറേ. യാത്രക്കാരായ ഇവർക്ക് തന്നെ നിശ്ചയദാർഢ്യമില്ല ഇത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പൊ ഇദ്ദേഹത്തിന് തല്ലിയില്ലെങ്കിൽ അവർ തമ്മിൽ വലിയൊരു തല്ല് നടന്നേനെ. ഞങ്ങളിങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ കരിവാരി തേക്കണം, നിങ്ങൾക്ക് വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ, ഞങ്ങൾ മിണ്ടാതിരിക്കാം. മാഡം, ഇവിടെ ആരെയും കരിവാരി തേക്കണ്ട. നമുക്ക് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും, അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ലക്ഷ്യം. ഇദ്ദേഹം സംസാരിച്ചപ്പോൾ ഇവിടെ ഓരോരുത്തർ സംസാരിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാതിരുന്നില്ലേ? അപ്പൊ ഇനി ഞങ്ങൾക്ക് പറയാനുള്ള കൂടി നിങ്ങൾ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. എന്താണ് മാഡം പറയും? ഈ മനുഷ്യൻ കൈ മൊത്തുനിന്ന് മാറ്റുന്നേ. എനിക്ക് ചൂണ്ടി സംസാരിക്കണം. ചൂണ്ടി സംസാരിക്കും. എന്റെ മൊത്തം എല്ലാം ചൂണ്ടി സംസാരിക്കും. ഇദ്ദേഹം ഞങ്ങൾ ഓട്ടോയിൽ കയറിയ ആ നിമിഷം മുതൽ ഞങ്ങൾ അസഭ്യചുവയോടുകൂടി നോക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾ അതിന് പ്രതികരിക്കണ്ടേ? സാറേ സൗന്ദര്യമുള്ളവരായി പോയതാണ്. അല്ല, അവര് പറയട്ടെ. ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ പറകിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞ എന്ത് കാര്യമാണ് സാറേ? അല്ല, ഒരുപാട് തവണ നോക്കി ഞങ്ങൾ ഇറിറ്റേഷൻ ആയപ്പോ ഞങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു നാണം തോന്നിയപ്പോ ഞങ്ങൾ പ്രതികരിച്ചു പോയതാണ്. സത്യശീലൻ 13 സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയെ നോക്കാൻ പാടില്ല എന്ന് തന്നെ ഒരു വ്യവസ്ഥയുണ്ട്. എന്റെ സാറേ, നമ്മുടെ റോഡിന്റെ സ്ഥിതി അനുസരിച്ച് 2 സെക്കൻഡ് നോക്കാൻ പറ്റില്ല പിന്നിലേക്ക്. ആ ജാതി കുയ്യ നമ്മളെ. ഒന്നാമത്തെ ഇയാളുടെ ആറ്റിറ്റ്യൂഡേ ശരിയായിരുന്നില്ല. സംഭവിച്ചത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇയാള് ഒരു ഈ ഓട്ടോയാണെങ്കിലും ഇപ്പൊ ഇയാളൊരു ഡ്രൈവറാണ്, ശരി, സമ്മതിച്ചു. പക്ഷേ അയാള് പറയാൻ കിട്ടൂലെന്നേ. നോണ പറയുമ്പോ പറയാൻ കിട്ടണ്ടേ? അപമര്യാദയായി പെരുമാറി. എന്റെ സുഹൃത്തിനെയാണ് അയാൾ ആദ്യം തല്ലി. അങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ സത്യശീലൻ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള ശിക്ഷയ്ക്ക് അർഹനാണ്. സാർ, ഞാൻ വേറൊരു വിവരം അറിഞ്ഞത് ഈ യാത്രക്കാരികള് ഈ സ്ത്രീകൾ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നു. സ്ത്രീകൾ ബീർ കുടിക്കുന്നു, വൈൻ കുടിക്കുന്നു. ഇവിടെ അല്ലോ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ. എന്താ അതിലൊരു തെറ്റ്? പുരുഷന്മാർക്ക് എന്തോ ആവാമെങ്കിൽ അത് സ്ത്രീകൾക്കാവുന്നുണ്ട്. എന്താ തെറ്റ്? ഞാൻ കാര്യമായിട്ട് പറയാം. പാശ്ചാത്യ രാജ്യത്തല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ. ഇവിടെ ഒരു കാര്യം ചോദിക്കാണ്ട്, ഈ 1947 കുറെ നേരമായാലോ ഈ അങ്ങായി പറയാൻ തുടങ്ങിയിട്ട്. ഈ 47 കാലഘട്ടത്തിൽ ഇവിടെ എത്ര സ്ത്രീകൾ വെള്ളടിച്ചിട്ട് റോട്ടിൽ വന്നിട്ട് ആണുങ്ങളെ തല്ലിയിട്ടുണ്ട്? നിങ്ങളുടെ കുടുംബത്തെ ഏതെങ്കിലും പെണ്ണുങ്ങൾ ബീഡി വലിച്ച് കള്ളു കുടിച്ച് അടി ഉണ്ടാക്കിയാൽ സുഗതൻ സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യക്ക് എന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 അല്ലെങ്കിൽ പിന്നെ എന്നാണ് താങ്കളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും സ്ത്രീ സമൂഹത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ സ്വാതന്ത്ര്യം കിട്ടാത്തത് കൊണ്ടാണ് പുരുഷന്മാർ ഇത്രയും നാൾ സമാധാനമായിട്ട് ജീവിച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞങ്ങളൊക്കെ ഇവിടെ കാൽ പോലെ കിടക്കണം.